2BHK ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് എന്നോടൊപ്പം ഉള്ളത്. കല്ലടിക്കോട് ബാല സിനിമാസിൽ ഇത് പ്രദർശനം തുടരുകയാണ്. അതിമനോ ചിത്രത്തിന്റെ സംവിധായകൻ അത് ഈ ചിത്രം വന്ന വഴിയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. സംഭവം അതിൽ ഈ ചിത്രം കണ്ടിട്ട് ഇപ്പോൾ വളരെ നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് കൈ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അഭിനന്ദിക്കേണ്ടത് നമ്മുടെ പ്രൊഡ്യൂസർ സാറിനെയാണ് നമുക്ക്. കാരണം അദ്ദേഹം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പടം ചെയ്യണമെന്ന് വലിയ നല്ല പാട്ടുകൾ വേണമെന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ കഥാകൃത്തിലെ മെയിൻ ആർട്ടിസ്റ്റായിട്ടുള്ള ശേഖരനെ സമീപിക്കലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ആളുകൾ പാലക്കാടത്തെ ഒരു സിനിമയെ കുറിച്ച് ആലോചിക്കണം. നമുക്കിപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യുന്ന പല സന്ദർഭങ്ങളും നമുക്ക് വന്നിരിക്കാം. അത് നിങ്ങൾക്ക് കണ്ടാലും തോന്നും. കാരണം അത് എല്ലാ കുടുംബങ്ങളിലും നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഇപ്പം നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ടീമിന് എല്ലാവർക്കും. ചിത്രത്തിന്റെ നിർമ്മാതാവും അതോടൊപ്പം തന്നെ അതിമനോഹരമായ ഇതിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നതും എടത്തര ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നും വിരമിച്ച നമ്മുടെ അധ്യാപകനാണ്. വളരെ നല്ല സംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ കാര്യമായിട്ടുള്ള ശ്രമം നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഡയറക്ടർ, അതുപോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബാലമുരളിയാണ്. ഇദ്ദേഹം മറ്റേ അപർണ ബാലമുരളി ഫേമസ് ആക്ട്രസ് ആണ്. അത് ഇദ്ദേഹത്തിന്റെ മകളാണ്. പിന്നെ ഇദ്ദേഹം ഇതിന്റെ കഥ എഴുതിയ ആളാണ്, സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ്, അഭിനേതാവാണ്. വളരെ ഇവരുടെയൊക്കെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തിയേറ്ററിന്റെ ഓണർ, മാനേജർ, ഇദ്ദേഹം നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് നല്ല പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ സുദീപ് പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് ഇതിന്റെ ഒരു ക്രെഡിറ്റ് ഇവിടെ വിശ്വകുമാർ സാറിന് തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം ഇക്കാലത്ത് കൊമേഴ്ഷ്യലി ഇത് എത്രമാത്രം സക്സസ് ആവുമെന്ന് നമുക്ക് ചിലപ്പം പറയാൻ പറ്റുന്നില്ല. കാരണം പാട്ടുകൾ ഒന്നും ആർക്കും സമയമില്ലാത്തൊരു കാലഘട്ടമാണല്ലോ. ഒന്നിനും സമയമില്ല ആർക്കും. അപ്പോൾ അതിലും ഇങ്ങനെ ഒരു കുറച്ച് കലാപരമായിട്ട് നല്ലൊരു ടച്ചുള്ള ഒരു സംഭവം ഓഡിയൻസിലേക്ക് എത്തിക്കണമെന്ന് ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി ഈ തിയേറ്ററിൽ എത്തിക്കുന്നത് വരെ ഫുൾ അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇപ്പോഴും സജീവമായിട്ട് അതിൻ്റെ പുറകെ തന്നെ നിൽക്കുകയും ചെയ്യുന്നത് ഈ ഒരു, അതായത് മാസ്റ്റർ റിട്ടയർമെന്റ് ലൈഫാണെങ്കിൽ പോലും അത് ഫുൾ സജീവമാണ് ഈ പ്രവർത്തനങ്ങളുമായിട്ട്. ഈ ചിത്രത്തിന്റെ പേര് വളരെ ഒരു വേറിട്ടൊരു പേരാണല്ലോ. എന്താണ് പേര് ഇങ്ങനെ ഒന്ന് തിരഞ്ഞെടുക്കാൻ കാരണം? അതിന്റെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. അതായത് ടു ബി ഓണസ്റ്റ് ആൻഡ് കൈൻഡ് ടു വൺസെൽഫ്. ഒരാൾ അവനവനോട് തന്നെ സത്യസന്ധത പാലിക്കുക എന്നുള്ളത്. കാരണം നമ്മളെല്ലാവരും ആക്ച്വലി നമ്മളോട് തന്നെ മുഖം മൂടിയിട്ടുള്ളൊരു ലൈഫാണല്ലോ കൊണ്ടുപോകുന്നത്. രമ്യ എന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള വൈഷ്ണവി എന്നോടൊപ്പം ഉണ്ട്. ഹൃദയം എന്ന ചിത്രത്തിലൂടെയാണ് വൈഷ്ണവി മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാവുന്നത്. ഈ ചിത്രത്തിൽ വളരെ കൈയടക്കത്തോടെ വളരെ മനോഹരമായിട്ട് തന്നെ ആ കഥാപാത്രം അവർ നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ പാലക്കാട് വന്ന് ഇവിടുത്തെ പ്രകൃതി ശാലീനതയോട് അലിഞ്ഞു ചേർന്ന് ഈ ചിത്രം പൂർത്തീകരിച്ചു. ഇപ്പോൾ കല്ലടിക്കോട് ബാല സിനിമാസിൽ വെച്ച് തന്നെ ഈ സിനിമ കണ്ടു. എന്താണ് ഒരു എക്സ്പീരിയൻസ്? സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് കേന്ദ്ര കഥാപാത്രം ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയും ചെയ്യുന്ന ഒരു ചിത്രം ഇതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയത് ഇവിടുന്ന്. ടെക്നിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും ഏറ്റവും വർക്ക് ചെയ്യാൻ ഏറ്റവും കംഫർട്ടാണ്. സുദീപ് സാറിനോട് വർക്ക് ചെയ്യാൻ ഏറ്റവും കംഫർട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു സിനിമ തിയേറ്റർ വരെ എത്തിക്കാൻ കൃഷ്ണകുമാർ സാർ കുറേ കഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ടീം ഫുൾ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. കുത്തകകൾ കൈയടക്കി വാണുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഇതുപോലൊരു സംരംഭം വിജയകരം, നാട്ടുകലാകാരന്മാരല്ലേ, നാട്ടിലെ അത്രമാത്രം പ്രാധാന്യമില്ലാത്ത താരങ്ങളെ വെച്ചുകൊണ്ടും ഒക്കെ ഒരു സംരംഭത്തിന് മുതിർന്ന മാഷെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അത് ഒട്ടും മറ്റുള്ള സിനിമകളിൽ നിന്ന് ഒട്ടും പുറകിൽ പോകാതെ തന്നെ മുഖ്യധാര സിനിമയുടെ എല്ലാ ചേരുവകൾ എന്ന് മാത്രമല്ല അതിനോടൊപ്പം തന്നെ കടപിടിക്കുന്ന ഇതിന്റെ പ്രമേയ വ്യത്യസ്തത പോലെ തന്നെ ഇതിലെ അതിമനോഹരമായ ഗാനമാണ്. അസറുമുല്ല എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സിനിമയ്ക്ക് സംഗീതം നൽകിയ ഇതിന് സംഗീതം നൽകിയിരിക്കുന്ന കൃഷ്ണകുമാർ മാഷാണ്. ഞാനിതിന്റെ പശ്ചാത്തല സംഗീതവും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്, നല്ലൊരു സിനിമയാണ്, എല്ലാവരും കാണുക. ഗാനങ്ങൾ വളരെ മനോഹരമായിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഗാനങ്ങൾ മാഷാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മെലഡി കംപ്ലീറ്റ് മാഷാണ്. അപ്പൊ അതിന്റെ ഓർക്കസ്ട്രേഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്.
പിന്നെ മാഷ മോളും പാടിയിട്ടുണ്ട് ഇതിൽ. അസർമുല്ല നിങ്ങൾ പറഞ്ഞ മാതിരി ആ ഗാനം മോളാണ് പാടിയിരിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അത് പിന്നെ മധുബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും പാട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പടത്തിനോട് യോജിച്ച് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ഇതായിട്ട് എനിക്കും തോന്നിയിരിക്കുന്നത്.